ധനഹാകാലം 7-ാം ഞായർ സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന ചിന്തകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകൾ എല്ലാം തന്നെ. രോഗാവസ്ഥയിലും വിഷമതയിലുമായിരിക്കുന്ന മനുഷ്യമക്കൾക്ക് സൗഖ്യത്തിൻ്റെ അനുഭവം നൽകുവാനായി കടന്നു വരുന്ന സഹനദാസൻ്റെ ചിത്രമാണ് ഏശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടുക. പഴയ നിയമത്തിൽ ഏശയ്യാ പ്രവാചകൻ വരച്ചു കാട്ടുന്ന ഈ സഹനദാസൻ്റെ ചിത്രം ഈശോയിൽ പൂർത്തിയാകുന്നതാണ് ഇന്നത്തെ ശതാധിപൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തുന്ന ആ സുവിശേഷ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ ഈശോ അനുയായിക്കും ഉണ്ടായിരിക്കേണ്ട നീതിബോധവും കരുണയുടെ ഭാവവും ശതാധിപനിലൂടെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്ന തൻ്റെ ഭൃത്തിന് സുഖം ലഭിക്കുവാനായി, സൗഖ്യം നേടിക്കൊടുക്കുവാനായി ഈശോയുടെ പക്കൽ മധ്യസ്ഥം വഹിക്കുവാനെത്തുന്ന ശതാധിപൻ നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന് വലിയ ഒരു സാക്ഷ്യം നൽകുന്നുണ്ട്. ഓരോ ക്രിസ്തു അനുയായിക്കും ഉണ്ടാകേണ്ട സാഹോദര്യത്തിൻ്റെയും കരുണയുടെ ഭാവത്തിൻ്റെയും മൂർത്തഭാവമാണ് ശതാധിപനിൽ നാം കാണുക. ശതാധിപൻ റോമാ പട്ടാളത്തിൽ 100 പട്ടാളക്കാർക്ക് അധിപനായിട്ടുള്ള ഒരു അധികാരിയായിരുന്നു. തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുവാനായി, മധ്യസ്ഥം വഹിക്കുവാൻ, അദ്ദേഹത്തിന് ശുശ്രൂഷ ലഭിക്കുവാനായിട്ട് ഏതറ്റവും വരെ പോകുവാൻ ഒരുങ്ങുന്ന ശതാധിപൻ കൂടപ്പിറപ്പുകൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും സ്നേഹമായി, കാരുണ്യമായി എത്തേണ്ട വലിയ നീതിബോധത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഉന്നത ശ്രേണിയിലുള്ളവർ താഴെ തട്ടിലുള്ളവരെ കാണുകയും അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ഭാവമാണ്. ലൂക്കാ സുവിശേഷകൻ്റെ 15-ാം അധ്യായത്തിൽ നല്ല ശമറായൻ്റെ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെയും ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെയും വ്യതിരക്തത ഇന്നത്തെ ശതാധിപൻ്റെ പ്രത്യേക ഇടപെടലിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നല്ല ശമറായൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് വിഷമത അനുഭവിക്കുന്ന മനുഷ്യന് സഹായം നൽകുക എന്നുള്ളത് മതജാതി അതിർവരമ്പുകളെ ഉല്ലംഘിക്കുന്നതാകണം എന്നുള്ള വലിയ സന്ദേശമാണ്. കാരണം വിഷമതയുടെ അവസ്ഥയിൽ മനുഷ്യന് മതമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ മതത്തിനോ ജാതിക്കോ അർത്ഥമുണ്ടാവരുത്. മതത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾക്ക് അതീതമായിരിക്കണം ഈ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ. അതുപോലെ തന്നെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരന് രോഗാവസ്ഥയാണെന്നറിഞ്ഞപ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ ഇറങ്ങുന്ന ശതാധിപൻ ജോലി സ്ഥലത്തുണ്ടാകേണ്ട വലിയ ഒരു നീതിബോധത്തെക്കുറിച്ചും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള കമ്പോള സംസ്കാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന ശതാധിപൻ വലിയ ഒരു പാഠം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ക്രൈസ്തവരായ നാം ഇടപെടുന്ന രംഗങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ ഇന്നത്തെ കമ്പോള സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള വലിയ സന്ദേശവും ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ സവിശേഷമായ മറ്റൊരു പാഠവും ശതാധിപനിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശതാധിപനോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്ന് താങ്കളുടെ ജോലിക്കാരനെ സുഖപ്പെടുത്താം. ഇവിടെ ഒരു കാര്യം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് ശതാധിപനോട് ഈശോ മറ്റൊരു കാര്യവും ചോദിക്കുന്നില്ല. തൻ്റെ ഭൃത്യൻ രോഗമായിരിക്കുന്നു, തൻ്റെ ഭൃത്യനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന
ശതാധിപനോട് ഈശോ പറയുകയാണ്, ഞാൻ താങ്കളുടെ വീട്ടിലേക്ക് വരാം, അവിടെ വന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്താം. പക്ഷെ ശതാധിപൻ ഈശോയോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഒരു പക്ഷേ കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉരുവിടുന്ന ഒരു വലിയ വാചകമാണത്. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്കരുൾ ചെയ്യുക, അപ്പോൾ എൻ്റെ ഭൃത്യൻ സുഖമാകും. കർത്താവെ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എന്നിലില്ല, അങ്ങൊരു വാക്കരുൾ ചെയ്യുക, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും. സ്വന്തം കുറവിനെ അംഗീകരിച്ച് ഈശോയുടെ സൗഖ്യദായക ശക്തിയിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമായ പ്രകടനം. സ്വന്തം ഇല്ലായ്മയെ അംഗീകരിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യദായക ശക്തിയിൽ, കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കുവാനുള്ള ആഴമായ വിശ്വാസം നമുക്ക് സംലഭ്യമാകും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പലരും ഇതേ ആശയം പ്രകടമാക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ തനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ കാണുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളിലുള്ള മനുഷ്യരുടെ മധ്യേ വസിക്കുകയും ചെയ്യുന്നവനാണ് എന്ന്. സ്നേഹം നിറഞ്ഞവരെ, വലിയ സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുമ്പോഴും വലിയ സ്ഥാനത്തിരിക്കുമ്പോഴും താൻ വന്ന വഴി മറക്കാതെ, താൻ ആരായിരുന്നുവെന്നും താൻ ആരുടെ കൂടെ ആയിരുന്നുവെന്നും താൻ ആരുടെ കൂടെയാണ് എന്നുള്ളതും മറക്കാതിരിക്കുന്നത് വിനയത്തിൻ്റെ വലിയൊരു ഭാവമാണ്. അതുതന്നെയാണ് ശതാധിപൻ പറയുന്ന വാക്കുകളുടെ അർത്ഥവും. കർത്താവെ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, പക്ഷേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വാസം വയ്ക്കുന്നു. നിൻ്റെ വലിയ ആ ശക്തിയിൽ, നിൻ്റെ കൃപാപരമായ ആ ഇടപെടലിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നു. നീ അകലെ നിന്നൊരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും. ഈശോ അതിന് കൊടുക്കുന്ന മറുപടി, ഇസ്രായേൽക്കാരുടെ ഇടയിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മെ നോക്കി, ക്രൈസ്തവ സമൂഹത്തെ നോക്കി, ഞാനാകുന്ന നിങ്ങളാകുന്ന ഈശോ വിശ്വാസികളെക്കുറിച്ച് ഈശോയ്ക്ക് ഇത് തന്നെ പറയുവാൻ സാധിക്കുമോ? നമ്മൾ ഈശോയുടെ മുമ്പിൽ അണയുമ്പോൾ, കർത്താവെ, നിൻ്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യത എനിക്കില്ല. എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ മറുപുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നിന്നെ എന്നെ ഉള്ളിലേക്ക് വിളിക്കുവാൻ, നിന്നെ എൻ്റെ കൈകളിൽ സ്വീകരിക്കുവാൻ, എൻ്റെ അധരങ്ങളിലെ ദിവ്യകാരുണ്യമായി നീ എഴുന്നള്ളി വരുമ്പോൾ നിന്നെ എൻ്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അർഹതയില്ല എന്നറിയാം. എങ്കിലും ഈശോയെ, അങ്ങ് ഒരു വാക്കരുളി ചെയ്യുക, അപ്പോൾ എൻ്റെ ഉള്ളവും എൻ്റെ ഉള്ളും എനിക്കുള്ളതും സൗഖ്യമാക്കപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് ഞാൻ നയിക്കപ്പെടുമെന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ആഴമായ ചിന്ത ഉണ്ടാകണമെന്നുള്ളതാണ് ശതാധിപൻ നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠം. മൂന്നാമതായി, ഈശോയിലൂടെ പ്രകടമാകപ്പെടുന്ന സഹനദാസൻ്റെ ഒരു ചിത്രമുണ്ട്. ചതഞ്ഞ ഞാങ്ങനെ ഒടിക്കാതെ, മങ്ങിയ തിരികെടുത്താതെ, അതിനെ കൂടുതൽ ശക്തമാക്കപ്പെടുവാൻ, അതിനെ ശക്തിപ്പെടുത്തി പ്രോജ്വലമാക്കുവാൻ പരിശ്രമിക്കുന്ന സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഉദാത്തമായ മാനം. പുതിയ നിയമത്തിൽ ഈശോയിൽ പ്രകടമാക്കപ്പെടുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഭാഷ്യം, തിരസ്കരിക്കപ്പെടുകയും സമൂഹത്തിൻ്റെ പാർശ്വവൽക്കപ്പെട്ടവരുമായവരെ നേർധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് തന്നാൽ കഴിയുന്നത് ചെയ്യുന്ന ഈശോയുടെ ചിത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ധനകാലത്തിൻ്റെ 7-ാം ഞായറാഴ്ച നമ്മൾ വചനവിചിന്തനം നടത്തുമ്പോൾ, നോയമ്പ് കാലത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ കൂടപ്പുറപ്പുകളെയും കൂടെ ആയിരിക്കുന്നവരെയും ഓർക്കുമ്പോൾ, വിഷമത അനുഭവിക്കുന്നവരുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി, അവർക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി, അവർക്ക് കൂടുതൽ നന്മയുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനായി കർത്താവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുവാനുള്ള വിശാലമായ
ആഴമായ സ്നേഹത്തിൻ്റെ വിശ്വാസമുള്ളവരാണോ നാം എന്നുള്ള ചിന്ത. 2, നമ്മുടെ കുറവുകളെ അംഗീകരിക്കുകയും കർത്താവിൻ്റെ ആ വലിയ കൃപയെ ഉള്ളിലേക്ക് സ്വീകരിച്ച് ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം സ്വീകരിക്കുവാനായിട്ട് സാധ്യമാകുന്ന വിനയത്തിൻ്റെ ആഴമായ ഭാവമുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്നുള്ള പരിചിന്തനം. 3, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കണ്ടെത്തുവാൻ, അവരെ നേർധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുവാൻ സാധിക്കുന്ന പ്രകടമായ നീതിബോധവും വിശ്വാസവും സ്വന്തമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരം. നോമ്പ് കാലം ആരംഭിക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈ ശതാധിപൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിഷമത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ, വിനയത്തോടുകൂടി കർത്താവിൻ്റെ പക്കൽ അണയുവാനായിട്ട്, കുറവുകളെ അംഗീകരിച്ച് കർത്താവിൻ്റെ കൃപയാൽ ആ കുറവുകളിൽ കർത്താവിൻ്റെ ആശ്വാസം കണ്ടെത്തുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.